ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്നതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യങ്സ് മോഡുലസ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ക്യാരക്ടർ അനുസരിച്ച് പലതരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു ടൈപ്പാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. വൈ എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു സ്പ്രിങ് നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞ പോലെ തന്നെ ഒരു റിജിഡ് സപ്പോർട്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. അതിലൊരു വെയിറ്റ് തൂക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ആ വെയിറ്റിനകത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അല്ലെ താഴേക്ക് വലിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഇതിനാദ്യം ഉണ്ടായിരുന്ന ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ എൽ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇതിനകത്തുണ്ടായിരിക്കുന്ന ചേഞ്ച് ഇൻ ലെങ്തിനെ, ഇവിടം വരെ ഓൾറെഡി ഉണ്ടായിരുന്ന നീളമാണ്, ആ ചേഞ്ച് ഇൻ ലെങ്തിനെ നമ്മൾ ഡെൽറ്റ എല്ല് വെച്ച് റെപ്രസെൻ്റ് ചെയ്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് ആദ്യം സ്ട്രെസ്സ് നോക്കണം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ നോക്കുക. ഇതിൽ നമ്മൾ ലെങ്ത് വൈസാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ലെങ്ത് ഇതാണ്, ആ ലെങ്തിന് പാരലായിട്ട് തന്നെ ലെങ്ത് വൈസാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്, എഫ് ബൈ എ. എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സാണ്. എഫ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് ഈ സ്പ്രിങ്ങിൻ്റെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. ആ സ്ട്രെയിനെ നമുക്ക് ലീനിയർ സ്ട്രെയിൻ എന്നോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നോ വിളിക്കാം. ഈസ് ഈക്വൽ ടു, സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രയാണ്? ഇവിടുത്തെ ഈ കേസ് ആകുമ്പം ലെങ്തിനാണ് വ്യത്യാസം വരുന്നത്. ഡയമെൻഷൻ എന്ന് പറയുന്ന ലെങ്ത് ആയിട്ട് മാറും. സോ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ചേഞ്ച് ഇൻ ലെങ്ത് എന്താണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ആണെന്ന് പറഞ്ഞു. സോ ഡെൽറ്റ എൽ ബൈ ക്യാപിറ്റൽ ലെറ്റർ എൽ എന്ന് കിട്ടി ഒറിജിനൽ ലെങ്ത്. നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുവാന്ന് വിചാരിക്കുക. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇതിനെ 2 എന്ന് കൊടുക്കുന്നു. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. 1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമാണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലീനിയർ എന്ന് കൊടുക്കാം, രണ്ടും സെയിം തന്നെയാണ്. സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വന്നു? എഫ് ബൈ എ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇനി നോക്കിക്കേ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വൈ. സോ യങ്സ് മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. ഇനി എന്ത് ചെയ്യണം? ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ അങ്ങനെ നിർത്തിക്കൊണ്ട് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇക്വേഷൻ എങ്ങനെ വന്നു? എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ എന്ന് കിട്ടി. അതാണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കുക, ഇതിനകത്തൊരു ചെറിയൊരു വേരിയേഷൻ കൂടെ പറയാം. ഇപ്പോൾ നമ്മളോട് പ്രോബ്ലത്തിനകത്ത് തന്നിരിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തരുന്നതിന് പകരം ഈ സ്പ്രിങ്ങിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ റേഡിയസ് തരുവാണെങ്കിൽ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു πr² എന്ന് വരും. ഏരിയ
പൈ ആർ സ്ക്വയർ. അതെങ്ങനെയാണ്? സർക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളതിൻ്റെ കേസാണ് എ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് വരുന്നത്. ആർ ഈസ് റേഡിയസ്. ആർ റേഡിയസ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയറിന് കിട്ടി. യങ്സ് മോഡുലസിൻ്റെയും യൂണിറ്റ് എന്തേ വരുള്ളൂ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമ്മളത് ഓൾറെഡി പറഞ്ഞിരുന്നു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്.